ജോബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഇഡ്ഡലി ചട്നി അതല്ലെങ്കിൽ ദോശയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ചട്നിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചേരുവകൾ നമുക്ക് നോക്കാം. ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, 2-3 ചെറുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3-4 പച്ചമുളക്, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, വേപ്പില, ഉണക്കമുളക്, കടുക്, വെളിച്ചെണ്ണ. ഇത്രയും ചേരുവയാണ് നമ്മൾക്ക് വേണ്ടത്. ആദ്യം തന്നെ നമ്മൾക്ക് ഈ തേങ്ങ മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അതിനുവേണ്ടി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് എല്ലാം ഇട്ടു. നമ്മൾക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ജസ്റ്റ് ആ തേങ്ങ കവർ ചെയ്യാവുന്ന അത്രയും വെള്ളം മതി. ഇത് നമുക്ക് നന്നായിട്ട് അടിച്ച് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ചട്ടിയിൽ എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മൾക്ക് അതിനകത്തേക്ക് കടുക് പൊട്ടിക്കാനിടാം. കടുക് നന്നായി ഒന്ന് പൊട്ടി വരുമ്പോൾ തീ ചുരുക്കിയിട്ട് നമ്മുടെ ഉണക്കമുളക് മുറിച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ വേപ്പില അത് നമ്മൾക്കിട്ട് ഒന്ന് പൊട്ടിക്കഴിഞ്ഞിട്ട് നമ്മളുടെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയം നമ്മൾക്ക് തീ കൂട്ടിയിടാം, നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ ജാറിലൊക്കെ അല്പം തേങ്ങയും കൂടി ഇരിക്കുന്നുണ്ട്, അതൊന്ന് അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് ചീറ്റിച്ച് നമ്മളുടെ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തിള വരുന്നുള്ളൂ. തിള വരാൻ വേണ്ടി നമ്മൾക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരുപാട് തിളയ്ക്കണമെന്നില്ല ചട്നി. ഒന്ന് തിള വന്നാൽ നമ്മൾക്ക് ഓഫ് ചെയ്യാവുന്നതുള്ളൂ. ഈ സമയം നമ്മൾക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കി ബാലൻസ് ചെയ്യാം. ഉപ്പിട്ട് കൊടുത്തു. ഉപ്പ് നമ്മൾക്ക് ടേസ്റ്റ് നോക്കി ആവശ്യത്തിന് വേണമെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മളിങ്ങനെ ചട്നി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് തേങ്ങ ചട്നി ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്കൊന്ന് തിള വരാൻ വേണ്ടി കാത്തു നിൽക്കാം. തിളച്ച് വരുന്നുണ്ട്. നമ്മൾക്ക് പുതിന അതല്ലെങ്കിൽ മല്ലിയില ഇഷ്ടമുള്ളവരാണെങ്കിൽ നമ്മൾ ഈ ചട്നി മിക്സിയിൽ അടിക്കുന്ന സമയത്ത് ഒരല്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.